SPC എക്സാമിന് ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. എല്ലാ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസ് ഉണ്ടാകും. അടുത്ത ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി ഹൃദയം. ഉത്തരം ഓപ്ഷൻ ബി കരളാണ്. കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതിനായി സംഘർഷം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മണിപ്പൂർ. മണിപ്പൂരിലാണ് മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതിനായി സംഘർഷം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്കൻഡ്സ് ആർ ദെയർ ഇൻ 1 hour? 1 hourൽ എത്ര സെക്കൻഡ് ഉണ്ട്? 3600 സെക്കൻഡാണ് ഒരു മണിക്കൂറിൽ ഉള്ളത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം കലോറി. കലോറിയാണ് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്കൊരു സ്വപ്നമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റേതാണ് ഈ പ്രസംഗം. എനിക്കൊരു സ്വപ്നമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റേതാണ്. എട്ടാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? ഉത്തരം പുനരുപയോഗിക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ശരിയായ രീതി പുനരുപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ? ഉത്തരം ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ. 10ാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ടം മത്സരത്തിൽ പങ്കെടുത്ത മലയാളി നാവികൻ ആരാണ്? ഉത്തരം അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത മലയാളി നാവികൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന പട്ടിക. ഉത്തരം ലോക പൈതൃക പട്ടിക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം എന്താണ്? ഉത്തരം മഞ്ഞ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡോൾഫിൻ ക്യുക്ക് റിലേറ്റഡ് ടു? ആൻസർ സ്വിമ്മിങ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. വയനാടിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ABS എന്താണ്? ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ABS. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം? ഉത്തരം ജീവകം K. ജീവകം K ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. അടുത്ത ക്വസ്റ്റ്യൻ, RAM എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം റാൻഡം ആക്സസ് മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, PAN എന്നതിൻ്റെ ഫുൾ ഫോം? പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നുള്ളതാണ്. സോൾവ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 2 x + 5 = 14. ആൻസർ ഓപ്ഷൻ സി
2 അടുത്ത ക്വസ്റ്റ്യൻ SPCയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് P. വിജയൻ IPS. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 8999. അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ഡിസ്കവേർഡ് ന്യൂക്ലിയസ്? ആൻസർ റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. SPCയുടെ ചില വീഡിയോസ് കൂടി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടിട്ട് വേണം എക്സാമിന് പോകാൻ. എല്ലാവർക്കും സെലക്ഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.